ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഈ വർഷത്തെ ഈദ് വ്ളോഗുമായിട്ടാണ് കേട്ടോ. ഈദ് ഡേയുടെ ബിരിയാണിയാണ് ഞാൻ ഫസ്റ്റ് എന്നോട് കാണിച്ചത്. ഒരു വൈകുന്നേരം മുതലുള്ള വീഡിയോ ആണ് ഞാനിതിൽ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു 4 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഞങ്ങൾ ദമാമിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്രാവശ്യം പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്നത് റിയാദിലാണ്. അപ്പോൾ ഇവിടെ ബീച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ദമാമിലേക്ക് പോകാമെന്ന്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങളൊരു 4 മണിയൊക്കെ കഴിഞ്ഞ് താഴെ പാർക്കിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ദമാമിലേക്ക് പോകലായിരുന്നു. അപ്പം ഇവിടുന്നൊരു 4 hour ഡ്രൈവ് ഉണ്ട് നമുക്ക് ദമാമിലേക്ക്. പോകുന്ന വഴിക്ക് കുറേ ഡെസേർട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പമ്പും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ സ്ഥലത്തെത്തി. ഇപ്പം കുറച്ച് ലേറ്റായിരുന്നു, 8 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി നിർത്തിയത്. നിസ്കാരമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ജസ്റ്റ് ഒരു സാൻഡ്വിച്ചും ചായയും കുടിച്ചു ഞങ്ങൾ പോകലായിരുന്നു. ഹോട്ടൽ റൂമൊക്കെ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നേ ആദ്യം തന്നെ. അവിടെ എത്തിയിട്ട് പിന്നെ എല്ലാം കൂടെ ലേറ്റായി, എന്തായാലും ലേറ്റാകും. അപ്പം പിന്നെ റൂമൊക്കെ തപ്പി നടക്കുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം പോകുമല്ലോ. അങ്ങനെ റൂമൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു. കുറേ കുട്ടികളൊക്കെ ഉറങ്ങിപ്പോയിരുന്നു. കുറച്ച് നല്ല ലോങ് ഉണ്ടല്ലോ. പിന്നെ സ്ട്രെയിറ്റ് റോഡായതുകൊണ്ട് തന്നെ ആർക്കും വലിയ കാര്യമായിട്ട് ക്ഷീണവും കാര്യമൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ തലേ ദിവസം എന്താണെന്ന് വെച്ചാൽ രാത്രി ഇവിടെ സൗദിയിലുള്ളവർക്ക് അറിയായിരിക്കും, അധികം ഉറങ്ങൂലല്ലോ. നോമ്പിനും പെരുന്നാളിനൊക്കെ ഇവിടെ ഉറങ്ങൽ കുറവായിരിക്കും നൈറ്റിൽ. അപ്പോൾ ഞങ്ങൾ തലേന്ന് ആകെ 1-2 മണിക്കൂറായിരുന്നു ഉറങ്ങിയിട്ടുള്ളൂ. പിന്നെ രാവിലെ 6 മണിക്ക് എണീറ്റ് 10 മണിയാകുമ്പോഴത്തേക്കും ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ചിക്കൻ ബിരിയാണിയും ബീഫ് ഫ്രൈ പിന്നെ ഫ്രൂട്ട് കസ്റ്റാർഡ് അങ്ങനെ എല്ലാം റെഡിയാക്കി. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളെല്ലാം കൂടെ 1 മണിയൊക്കെ ആയപ്പം കുറച്ച് കിടന്നു. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. അങ്ങനെ റെഡി ആയിട്ടാണ് ദമാമിലേക്ക് ഞങ്ങൾ ട്രിപ്പ് ഇറങ്ങിയത്. പിന്നെ കുറച്ചധികം തന്നെ നമ്മൾ ലോങ് പോകുന്നിരുന്നു. അവിടെ ഏതാ കാര്യമായിട്ട് നല്ല കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ബീച്ചിനൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. എന്നാലും ഗൂഗിൾ മാപ്പിലൊരു ബീച്ച് വെച്ച് അങ്ങനെ പോയി നോക്കി. പോകുന്ന വഴിക്കുള്ള വ്യൂ ആണിത്.
പാർക്കിങ്ങും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടി തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇവിടെ നോക്കുമ്പം കുറച്ച് ആളുകൾ മീനൊക്കെ പിടിക്കുന്നതാണ്. ഇവിടെ ചൂണ്ടയിട്ടിട്ട് ആരും ഇറങ്ങുന്നു, കുട്ടികൾക്കൊന്നും കളിക്കാനുള്ള ആ ഒരു ടൈപ്പിലൊന്നുമുള്ള ബീച്ചല്ല ഇത്. അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ വേറെ ഭാഗത്ത് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ പാർക്കൊന്നും ചെയ്യാണ്ട് തിരിച്ച് പോവുകയായിരുന്നു. നല്ല ഭംഗിയുള്ള ബീച്ചാട്ടോ, നല്ല ഭംഗിയുള്ള ബീച്ചാണ്. ബഹ്റൈൻ ദമാമിലേക്ക് പോകുമ്പം പോയിക്ക് അറിയാൻ വേണ്ടിയിട്ട് നല്ല ബ്ലൂ കളറിൽ നല്ല അടിപൊളി വ്യൂ ആണ് ബീച്ച് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസം, നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല ക്ലിയർ വാട്ടറൊക്കെ, ഒരു യാതൊരു വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിട്ട്. ഞങ്ങൾ കുറച്ചൊക്കെ കൂടെ എല്ലാം അങ്ങനെ പോയി. ഈവനിങ് സൺസെറ്റിൻ്റെ ടൈമൊക്കെ ആയിരുന്നു. ബീച്ചിൻ്റെ അടുത്ത് നല്ല ഭംഗിയുള്ള സൺസെറ്റൊക്കെ കാണാൻ വേണ്ടി പറ്റി. പക്ഷെ അന്ന് ആർക്കും തന്നെ ബീച്ചിൽ ഇറങ്ങാനോ കളിക്കാനോ ഒന്നും പറ്റില്ല. ഞങ്ങൾ പോയ ഭാഗത്തൊക്കെ ആരും കളിക്കുന്നൊന്നുമില്ല, അങ്ങനത്തെ ഒന്നും അലൗഡ് ആയിരുന്നില്ല. പിന്നെ എല്ലാ ഭാഗത്തും നമ്മൾ ഫുള്ളൊന്ന് റൗണ്ട് അടിച്ച് കണ്ടു കേട്ടോ. അങ്ങനെ കുറേ ആളുകളൊക്കെ ഇരുന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട്, പക്ഷെ ആരും കളിക്കുന്നൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഇറങ്ങാനുള്ള ഒരു അലൗഡ് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ ഫുള്ളൊന്ന് ബീച്ചൊക്കെ ഒന്ന് ചുറ്റി വണ്ടിയിൽ നിന്ന് തന്നെ ചുറ്റി കണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ എന്താക്കി നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കാൻ വിചാരിച്ചു. പൂള് കിട്ടിയാലും മതി, എല്ലാവരും ഹാപ്പി ആയിരിക്കും. അങ്ങനെ നല്ലൊരു സ്വിമ്മിങ് പൂളൊക്കെ ഉള്ള ഹോട്ടലിലേക്ക് പോയിട്ട് റൂം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫോണിലൊക്കെ നോക്കി ഫൈനലി ഞങ്ങൾ നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിച്ചു. പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ബീച്ചിൻ്റെ അടുത്ത് നിന്നപ്പോൾ ഞങ്ങളെടുത്ത കുറച്ച് ക്ലിപ്സൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. പിടിക്കണേ, ഓരോ വീഴുമോ? എനിക്ക് അതിലേ മാത്രം നടക്കണം. വണ്ടി കയറി ഹോട്ടലിൽ നോക്കി പോകാൻ ഇത് തന്നെ രാത്രി ആയിരുന്നു. 6 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഓൺലൈനിൽ നോക്കിയ ഹോട്ടലിൽ നോക്കിയിട്ട് പോവുകയായിരുന്നു. അവിടെ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടം പോലെ കളിക്കാൻ, എന്തായാലും ബീച്ചിൽ കളിച്ചിട്ടില്ല എന്നുള്ള ഒരു സങ്കടവും വേണ്ട. അങ്ങനത്തെ രീതിയിൽ അങ്ങനെ ഹോട്ടലിൽ നോക്കിയിട്ട് പോവുകയായിരുന്നു. അപ്പോൾ 1 മണിക്ക് രാത്രിയായപ്പോൾ അവിടെയും യാതൊരു പോലെ തന്നെ നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു. നൈറ്റ് വ്യൂ ഒക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. കുറച്ച് ഞങ്ങൾ നോക്കിയ ഹോട്ടലിലേക്ക് കുറച്ച് ലോങ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അത് നോക്കി ഗൂഗിൾ മാപ്പിൽ വെച്ചിട്ട് പോവുകയായിരുന്നു. ഫൈനലി അങ്ങനെ ഞങ്ങൾ എടുത്ത ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ താഴെ റിസപ്ഷൻ്റെ അടുത്തുള്ള വ്യൂ ആണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഹോട്ടൽ തന്നെയാണ് ഞങ്ങൾ എടുത്തത്. താഴെ റിസപ്ഷനിൽ എടുക്കുന്ന ടൈമിൽ അവിടെയുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തതായിരുന്നു. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്, ബഫയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ പൂള് രാത്രി 9 മണിയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ വേഗം തന്നെ എല്ലാവരും റൂമിലേക്ക് പോയി റെഡിയായി. ഇതാണ് ഞങ്ങൾ എടുത്ത റൂം. ഒരു ബെഡ്റൂം, ബാത്റൂം, അങ്ങനെ അന്നെല്ലാവരും അടിപൊളിയായിട്ട് പൂളിലേക്ക് കഴിച്ചു. അന്ന് ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്ത് പിന്നെ തേർഡ് ഡേ ഞങ്ങൾ ദമാമിൽ തന്നെ എൻ്റെ അനിയത്തിയും ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഇറങ്ങിയത്. 12 മണിയൊക്കെ ആയിരുന്നു. ആ ഒരു
1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു അങ്ങോട്ടേക്കും. അപ്പം പിന്നെ അവിടത്തേക്ക് പോകുമ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. വിചാരിച്ചു. പിന്നെ അവിടെ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവരെയും കൂടെ കൂട്ടിയിട്ടൊരു ഹോട്ടലിലേക്ക് പോയിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ബീച്ചിലേക്ക് പോകാൻ നല്ലൊരു ബീച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സ്പീഡ് ബോട്ടിൽ ഞാൻ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സ്പീഡ് ബോട്ടിലൊന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഫുഡൊക്കെ കഴിച്ചു. ഇതാ ബോട്ടിങ്ങൊക്കെ ഉള്ള ബീച്ച് കാണുന്നില്ല. അടിപൊളി ബീച്ചായിരുന്നു. അവിടെ ഇഷ്ടം പോലെ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം നിർത്തിയിരുന്ന സ്ഥലത്ത് സ്പീഡ് ബോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ബോട്ടിലൊക്കെ കയറാൻ പറ്റുന്ന രീതിയിലുള്ള ബീച്ചിലേക്ക് പോയി. ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തൊക്കെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. സ്പീഡ് ബോട്ടും അല്ലാത്ത വലിയ സൈസ് ബോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ആളും ഉണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തൊക്കെ നല്ല രക്ഷയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഫൈനലി ടിക്കറ്റൊക്കെ എടുത്തു. നല്ല മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു. പേടിയാവുക, മഴയും ഇടിയൊക്കെ വരുന്നുണ്ടായിരുന്നു. കയറാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു. ഇത്രയും ലോങ് വന്നിട്ട് കയറാണ്ട് പോയാലും ഭയങ്കര ഒരു സങ്കടമായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ കയറി. ഫൈനലി ഞങ്ങൾ കയറുമ്പോഴത്തേക്ക് നല്ല ഇരുട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ കാണാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ബോട്ടിങ്, സ്പീഡ് ബോട്ട്. ഞങ്ങളതിൽ ചെറിയ കുട്ടികളുള്ളത് തന്നെ അവർ ഭയങ്കര സ്പീഡിലൊന്നും പോയിട്ടില്ല. എന്നാലും ചില സ്ഥലത്ത് ഓളങ്ങളൊക്കെ വരുമ്പം ബോട്ട് നന്നായിട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് നല്ല സേഫായിട്ടേ പോകുന്നുള്ളൂ. ഇഷ്ടംപോലെ ബോട്ടുണ്ട്. ഇതായതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ബീച്ചിലേക്ക് ലോങ്ങിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ബോട്ടിലും എല്ലാ ബോട്ടിലും ആൾക്കാരിങ്ങനെ കയറിക്കൊണ്ട് ടിക്കറ്റ് എടുത്തുകൊണ്ടൊക്കെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. നമ്മൾ മാമിൽ ഇതിന് മുമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ഒരു ഏരിയയിൽ ഇത്രയും അടിപൊളി ബീച്ചിൻ്റെ ഒന്നും ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ബോട്ടിലൊക്കെ പോയി ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു. ഞാൻ തൊട്ടിപ്പുറത്ത് തന്നെ നോക്കുമ്പോൾ ഒരു മാള്, അവിടെ നല്ല വാട്ടർ ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നല്ല രസമായിരുന്നു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. കുറേ ഫൗണ്ടൈൻസും കാര്യങ്ങളും പിന്നെ നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ
ടൈമൊക്കെ ഏകദേശം ആയിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും. പിന്നെ അവിടെ നല്ല ഇതുപോലെ കുറേ ഫൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പുറത്തൊക്കെ ആയിട്ട്. കുറച്ച് അതൊക്കെ ഒന്ന് ആസ്വദിച്ചു എല്ലാവരും. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നേ. മഴയും ആലിപ്പഴവും വീഴുന്നത് കാണുന്നുണ്ട്. നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും നിറച്ച് ആലിപ്പഴം. ഞാൻ ഫസ്റ്റ് ടൈമിലാണ് ഇങ്ങനെ ആലിപ്പഴം വീഴുന്നത് കാണുന്നത്. ഇവിടെയൊക്കെ ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ആലിപ്പഴം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇടിയും മഴയും എല്ലാം കൂടിയാണ് ഞങ്ങൾ ഇറങ്ങുന്ന ടൈം ആയപ്പോഴത്തേക്കായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് മഴ ഒന്ന് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അവിടെ നിന്ന് ഇറങ്ങി ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് നല്ല അപ്പം അങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചായയൊക്കെ കുടിച്ചു. ചായയും പിസ്സ അങ്ങനെ ചെറിയ രീതിയിലൊന്ന് കുടിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. 8 മണിയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും. അപ്പം അന്ന് ഞങ്ങൾക്ക് തിരിച്ച് റിയാദിലേക്ക് വരികയും വേണം. തിങ്കളാഴ്ചത്തേക്ക് ഞങ്ങൾക്ക് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അവിടുന്ന് കുറച്ച് ലോങ് ഉണ്ടല്ലോ, 5 മണിക്കൂറോളം ദൂരമുണ്ട്. ഞങ്ങൾ പോയ സ്ഥലത്ത് നിന്ന് 1 മണിക്കൂർ ദൂരം പോയല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് അവിടുത്തെ ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെ കണ്ടു. ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെ കണ്ടു. ഞങ്ങൾ നല്ല ഭംഗിയായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ വ്യൂ ഒക്കെ ഞാൻ ചെറിയ രീതിയിലൊക്കെ ഇതിൽ വീഡിയോസിലൊക്കെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ് അവർ തിരിച്ച് അവരുടെ റൂമിലേക്ക് പോയി. ഞങ്ങൾ തിരിച്ച് റിയാദിലേക്ക് പോകുന്ന വഴിയാണ്. കണ്ടിട്ട് പോകുമ്പോൾ ചെറിയ സങ്കടമൊക്കെ ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്നാലും കണ്ടതിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മോളെ കാണാൻ പറ്റിയല്ലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റിയാദിലേക്ക് പോകുന്ന വഴി ഞാൻ കുറച്ച് രാത്രിയായിരുന്നല്ലോ, പിന്നെ കുറേ വീഡിയോസ് എടുത്തിട്ടില്ല. ജസ്റ്റ് കുറച്ച് വീഡിയോസ് മാത്രമേ പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവരും നല്ല ടയേർഡായിരുന്നു. പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കുറേ ഇതുപോലെ വിജനമായ സ്ഥലമാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്കും അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ ഉള്ളത്. നല്ല സ്ട്രെയിറ്റ് റോഡായിരിക്കും. അതുകൊണ്ട് തന്നെ യാത്ര വലിയ ക്ഷീണവും കാര്യമൊന്നും ഉണ്ടാവില്ല. നല്ല സ്ട്രെയിറ്റ് റോഡായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും ആയിരിക്കും നല്ല ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഇടിയും മഴയൊക്കെ ആയിരുന്നല്ലോ. പോകുന്ന ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയ പാടെ തന്നെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ. കുറേ കുറച്ച് ടൈം ഞങ്ങളൊരു പമ്പിലൊക്കെ നിർത്തി ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിച്ചു. അതൊക്കെ കഴിയുമ്പോഴത്തേനും മഴ ഒന്ന് കുറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ ലോങ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഏകദേശം ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയിരുന്നു. പിന്നെ ഞങ്ങൾ പോയി അങ്ങനെ ഞാൻ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോ വീഡിയോസൊക്കെ എടുത്തു. നൈറ്റാണല്ലോ, നൈറ്റ് വ്യൂ ആയിരുന്നു. ഫുള്ളി നൈറ്റ് വ്യൂ തന്നെ.